ഇതിങ്ങനെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിക്കണോ എന്ന് ചോദിച്ചാൽ അതൊരു മോശമാവും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ കാണുന്ന ബട്ടൂര. പല ആൾക്കാർക്കും ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അതിന് സാഹചര്യം ഒത്തു വന്നത്. എന്താണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. ഞാനൊരു പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ കയറി കഴിഞ്ഞാൽ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ബട്ടൂര. ഇത് ചമ്മന്തിയും ആ തൈരും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു അടി അടിക്കണ്ടല്ലോ, അത് വേറൊരു ടേസ്റ്റാണ്. കഴിക്കാൻ തുടങ്ങിയാൽ മിനിമം 2 എന്തായാലും കഴിക്കും. എൻ്റെ പോലെ തന്നെയാണ് എൻ്റെ പാത്തു ബട്ടൂരിൻ്റെ ഒരു ഫാനാണ്. മോന് മസാല ദോശയാണ് കഴിക്കാറ്, കൂടുതലും മസാല ദോശയാണ്. ഞാൻ ഒന്ന് കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തേന് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനെ രണ്ടാമത്തെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയും കഴിക്കാന്നുള്ളൊരു പരീക്ഷണമാണ് ഞാനിത് ചെയ്യണത്. നല്ല തൈരും നല്ല കടലക്കറിയും, അതേപോലെ ഈ ഹോട്ടലിൽ എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് അച്ചാറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് റോളാക്കി കഴിച്ചു നോക്കി, വേറൊരു ഫീലിംഗ് ആണ്. ഇതുപോലെ ബട്ടൂര നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചിരിക്കണം. ബട്ടൂര കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആ തൈരും കടലക്കറിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം, അതൊന്നും പറയില്ല, ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ്. ഇടയ്ക്ക് ആ ബീഫ് ഫ്രൈയും പൊറാട്ടയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റാണിത്. ഞാനിത് കഴിച്ചത് നമ്മളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സൈഡിലാണ്. ആരെങ്കിലും അവിടെ നല്ല ഫുഡ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഹോട്ടലാണ്. നല്ല ലഞ്ചും നല്ല ബ്രേക്ക്ഫാസ്റ്റും ഈ ശ്രീ ഗൗരി നിവാസിലുണ്ട്. അപ്പോൾ ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ജാബിർ UBS.